പുതിയ നിയമസഭയുടെ പ്രോടൈം സ്പീക്കറായി ജി സുധാകരൻ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുകയാണ്. ലോക്ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കും. സഭയിലെ ഏറ്റവും മുതിർന്ന അംഗങ്ങളിൽ ഒരാളെന്ന നിലയിലാണ് ജി സുധാകരനെ പ്രോടേം സ്പീക്കറായി നിശ്ചയിച്ചത്. നാളെ പുതിയ MLA-മാർ നിയമസഭയിൽ സത്യപ്രതിജ്ഞ ചെയ്യും. സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പുകൾ മെയ് 22-നായിരിക്കും നടക്കുക. TV പ്രസാദ് ഉണ്ട് വിശദാംശങ്ങൾ നൽകാൻ. TV പ്രസാദ്, ഏറ്റവും കൂടുതൽ കാലം MLA ആയിരുന്ന മുതിർന്ന നേതാവ് എന്ന നിലയിലാണ് ജി സുധാകരനെ പ്രോടേം സ്പീക്കറാക്കിയിരിക്കുന്നത്. ഇതിൽ മറ്റൊരു കൗതുകം എന്ന് പറയുന്നത് പിണറായി വിജയൻ അടക്കം സത്യപ്രതിജ്ഞ ചെയ്യാൻ ജി സുധാകരന് മുന്നിലേക്ക് എത്തുമോ എന്നുള്ളതാണ് കൗതുകം. ശ്രുതി ഷിഹാസ് പറഞ്ഞതുപോലെ ജി സുധാകരൻ പ്രോടേം സ്പീക്കർ ആകുന്നു. ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്നു. നേരത്തെ പറഞ്ഞതുപോലെ ലോക്ഭവനിൽ ഗവർണർ രാജേന്ദ്ര അർലേക്കറാണ് സത്യവാചകം ചൊല്ലിക്കൊടുക്കുക. പ്രോടേം സ്പീക്കറുടെ മുന്നിലാണ് എല്ലാ MLA-മാരും നാളെ സത്യപ്രതിജ്ഞ ചെയ്യേണ്ടത്. നാളെ സത്യപ്രതിജ്ഞ ചെയ്യേണ്ടുന്ന കൂട്ടത്തിൽ മുൻ മുഖ്യമന്ത്രിയായ പിണറായി വിജയനും MLA ആയി സത്യപ്രതിജ്ഞ ചെയ്യേണ്ടത് ജി സുധാകരന് മുന്നിലാണ് എന്നുള്ളതാണ്. സുധാകരൻ കാണിച്ചത് രാഷ്ട്രീയ ചെറ്റത്തരമാണ് എന്ന് പറഞ്ഞ ആ പ്രസ്താവന വലിയ വിവാദമായിരുന്നു. അങ്ങനെ ഒരു വാക്ക് ഉപയോഗിക്കാൻ പാടില്ലായിരുന്നു പിണറായി വിജയൻ എന്നുള്ളതായിരുന്നു ഉയർന്നു വന്ന പ്രധാനപ്പെട്ട ആക്ഷേപങ്ങളിലൊന്ന്. അങ്ങനെ രാഷ്ട്രീയ ചെറ്റത്തരം നടത്തി എന്ന് പറയുന്ന ജി സുധാകരനാണ് പ്രോടേം സ്പീക്കറായി പിണറായി വിജയൻ്റെ മുന്നിൽ ഉണ്ടാവുക എന്നുള്ളത് ശ്രദ്ധേയമായ ഒരു കാര്യം തന്നെയാണ്. മാത്രമല്ല പ്രധാനപ്പെട്ട കാര്യമുള്ളത്, നേരത്തെ മത്സരിക്കുന്ന സമയത്ത് ജയിച്ച് കയറിയാൽ മന്ത്രിയാക്കും എന്നുള്ള പ്രചരണമൊക്കെ അമ്പലപ്പുഴയിലും ആലപ്പുഴയിലുമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ജയിച്ചു കഴിഞ്ഞതിന് ശേഷമുള്ള UDF-ലെ സാഹചര്യം എല്ലാവർക്കും അറിയാം. മന്ത്രിസ്ഥാനം കൊടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. അതുകൊണ്ടൊരു പരിഗണന എന്ന നിലയിൽ കൂടിയാണ് ജി സുധാകരനെ UDF-ഉം മുഖ്യമന്ത്രിയും പരിഗണിക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് ഇന്ന് രാവിലെ പ്രോടേം സ്പീക്കറായി ജി സുധാകരൻ വരുന്നതോടുകൂടി നാളെ നിയമസഭയിൽ നടക്കുന്ന MLA-മാരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ എല്ലാവർക്കും സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കേണ്ടതും അതിൻ്റെ നടപടികൾ നിയന്ത്രിക്കേണ്ടതും പ്രോടേം സ്പീക്കറായ ജി സുധാകരനാണ് എന്ന പ്രത്യേകതയുണ്ട്. മുതിർന്ന നേതാവാണ് ജി സുധാകരൻ. നമുക്കറിയാവുന്നതുപോലെ നേരത്തെ ദേവസ്വം വകുപ്പ് മന്ത്രിയും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുമായി ഒരുപാട് പേരെടുത്ത ആളായിരുന്നു ജി സുധാകരൻ. ഒടുവിൽ CPM നേതൃത്വത്തോട് കലഹിച്ചാണ് പാർട്ടി മെമ്പർഷിപ്പ് പുതുക്കാതിരുന്നതും ഒടുവിൽ UDF-ന്റെ സ്ഥാനാർത്ഥിയായി മാറിയതും അമ്പലപ്പുഴയിൽ നിന്ന് MLA ആയി ജയിച്ചു കയറിയതും. തീർച്ചയായിട്ടും പ്രോടേം സ്പീക്കറായി ഇന്ന് ജി സുധാകരൻ സത്യപ്രതിജ്ഞ ചെയ്യും. TV പ്രസാദാണ് വിശദാംശങ്ങൾ നൽകിയത്.